Okay guys, okay. അപ്പോൾ നമ്മൾ എല്ലാവരും മൊബൈൽ ഫോണിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. നല്ലൊരു ക്വാളിറ്റി വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്നത് സാംസങ് ഗാലക്സി J7 പ്രൈം എന്ന് പറയുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. പക്ഷേ അതിന് സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗോപ്രോയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ഗോപ്രോ വാങ്ങിക്കാനുള്ള പൈസയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഞാൻ എൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും. വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ ഏത് ഫോൺ ഉണ്ടെങ്കിലും നമുക്ക് ഈസിയായിട്ട് വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോസ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഒരു ചിലവും വരില്ല സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുന്നതിന്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ സ്പോട്ടായിട്ട് എത്തുന്നതാണ്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് ആദ്യം തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എൻ്റെ J7 പ്രൈമിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ എത്രമാത്രം ക്ലിയർ ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വീഡിയോൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഗൈസ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതിൽ എത്രമാത്രം സ്റ്റെബിലൈസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒട്ടും ആ വീഡിയോ സ്റ്റെബിലൈസും കാര്യങ്ങളൊന്നുമല്ല. ഒട്ടും ആ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല. പക്ഷേ ആ വീഡിയോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും അതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ ഒരു മികച്ച ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റൂ. സ്റ്റെബിലൈസേഷനാണ് ഒരു വീഡിയോൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാനുള്ളത്. നമുക്കിനി എങ്ങനെയാണ് ഗൈസ് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോണിൽ തന്നെ ഉള്ളൊരു കിട്ടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ആപ്ലിക്കേഷന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ഫോട്ടോസ് എന്നാണ്. അപ്പം ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരുന്നതാണ്. ഓപ്പണായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോ തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോ ഒരു ഷേക്കിനെസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ ഒരു എഡിറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എക്സ്പോർട്ട് ഫ്രെയിം എന്ന്. അപ്പോൾ എക്സ്പോർട്ട് ഫ്രെയിമിൻ്റെ ഇപ്പുറത്തായിട്ട് നിങ്ങൾക്കൊരു ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ചെറിയൊരു ബോക്സ് പോലെ ഒരു സംഭവം. അതിൻ്റെ നടുക്ക് വേറൊരു വൈറ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു വൈറ്റ് ഫ്രെയിമിൻ്റെ അകത്തൊരു വൈറ്റ് ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ വൈറ്റ് ബോക്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റെബിലൈസിംഗ് എന്നൊന്ന് എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ സ്റ്റെബിലൈസ് ആവുകയാണ്. അപ്പോൾ സ്റ്റെബിലൈസ് ആവാൻ കുറേ സമയം എടുക്കുന്നതാണ്. നമുക്ക് എന്തായാലും കേസ് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ചില സമയത്ത് പെട്ടെന്ന് സ്റ്റെബിലൈസ് ആവുന്നതാണ്. ഇപ്പോൾ ഇത്തിരി ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഗൈസ് അങ്ങനെ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മുകളിൽ ഒരു സേവ് കോപ്പി എന്നൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ സേവ് കോപ്പി എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സേവ് കോപ്പി എന്നും പറഞ്ഞ് അവിടെ ലോഡ് ആവുന്നതാണ്. ലോഡ് ആയതിനു ശേഷം അത് നിങ്ങളുടെ ഗാലറിയിൽ തന്നെ സേവ് ആവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഗൈസ്. ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റെബിലൈസ് വീഡിയോ നമ്മുടെ ഗാലറിയിൽ സേവ് ആവുന്നതാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കമ്പാരിസൺ നോക്കാം ഗൈസ്. ഇനി ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മുടെ വീഡിയോ എങ്ങനെയാണെന്ന് എത്രമാത്രം സ്റ്റെബിലൈസ് ആയിരിക്കുന്നു നമുക്ക് എന്തായാലും നോക്കാം.
ഗായ്സ്, അപ്പം നിങ്ങളിവിടെ കാണുന്നത് സ്റ്റെബിലൈസ് ചെയ്യാത്ത വീഡിയോയാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എത്ര ഷേക്കിനെസ് ആ വീഡിയോയിൽ ഉണ്ടെന്ന്. ഇനി നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബിഫോർ സ്റ്റെബിലൈസിങ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. ഇത്രമാത്രം ഷേക്കിയുള്ള വീഡിയോയാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നതിന് എത്രമാത്രമാണ് ആ വീഡിയോ സ്റ്റെബിലൈസ് ആയിരിക്കുന്നതെന്ന്. ഗായ്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എത്രമാത്രം ഡിഫറൻസ് മറ്റ് വീഡിയോയിൽ നിന്ന് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ വീഡിയോയിൽ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജുകളും കാര്യങ്ങളും വീഡിയോസ് റെക്കോർഡിങ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ മറ്റ് വീഡിയോയിൽ നല്ല ഷേക്കിനെസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലപോലെ തന്നെ സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കിട്ടുന്നത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഗായ്സ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്തതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊരു ഫോൺ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ ഏത് വീഡിയോസിനെ നമുക്ക് കിടിലനായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റെബിലൈസ് ആയ വീഡിയോസിനും ചെറിയ ഷേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് സ്റ്റെബിലൈസും ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്പിന് ഇനിയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഇത് എന്താണ്, ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്താണെന്ന്. ഞാൻ ഇതിനെ പറ്റിയൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. വളരെ യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സ് തന്നെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിന് കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ചെയ്യാം. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒരു കമൻറ്റ് കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു നല്ല പ്രോത്സാഹനമാവുന്നതാണ്. ഗായ്സ്, എന്തായാലും എനിക്ക് ഇനിയും എൻകറേജ്മെൻറ്റ് തരിക. എന്തായാലും നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ്. ഗോപ്രോ എന്ന ആവശ്യമില്ല ഗായ്സ്, നമ്മുടെ ഏതൊരു മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് കിട്ടില്ലൻ സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഗായ്സ്, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗായ്സ്. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നവേറ്റ് ഡ്യൂഡ് ആൻഡ് ബൈ.